ഇനി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി വി.എസ്. ശിവകുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ഷിറ്റ്. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. വരുമാനവും ഭാര്യയുടെ സ്വത്തും മാത്രമാണ് ഉള്ളതെന്നാണ് കണ്ടെത്തൽ. അതേസമയം ശിവകുമാറിന്റെ 3 സുഹൃത്തുക്കൾക്കെതിരെ കണ്ടെത്തലുകളുണ്ട്. ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് 3 സുഹൃത്തുക്കൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കണ്ടെത്തൽ. വി.എസ്. അനു വിവരങ്ങളുമായിട്ടുണ്ട്. അനു, ഒരു തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വി.എസ്. ശിവകുമാറിന് ആശ്വാസകരമായ കാര്യമാണ് ഈ ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ശിവകുമാറിന്റെ സുഹൃത്തുക്കളാണെങ്കിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിജിലൻസിന്റെ കണ്ടെത്തലുകൾ വരുന്നത്? കേൾക്കാമോ അനു? അനു കേൾക്കാമോ? അനുവിലേക്ക് എത്താം. വി.എസ്. അനുവിലേക്ക് എത്താം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിലായിരുന്നു മുൻ മന്ത്രി വി.എസ്. ശിവകുമാറിനെതിരെ അന്വേഷണമൊക്കെ നടന്നു. ഇദ്ദേഹത്തിന്റെ ഡ്രൈവറിനെതിരെ അടക്കം ഈ ഡ്രൈവറൊക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരുന്ന തരത്തിൽ അന്വേഷണമൊക്കെ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണത്തിനൊക്കെ ഒടുവിൽ ശിവകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയെന്ന് തെളിയുകയാണ്. ശിവകുമാറിന് ക്ലീൻ ചിറ്റാണ് വിജിലൻസിന്റെ. അനു കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. അനു, വിവരങ്ങൾ പറഞ്ഞോളൂ. സമ്പാദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രി വാങ്ങി എന്ന് അടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളും ശിവകുമാറിനെതിരെ ഉയർന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും വിജിലൻസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. അതേസമയം ശിവകുമാറിന്റെ ഡ്രൈവറായിരുന്ന ഷൈജു ഹരൻ ഉൾപ്പെടെയുള്ളവ 3 സുഹൃത്തുക്കൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. നിലവിൽ ശിവകുമാറിനോട് അദ്ദേഹത്തിന്റെ ഈ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വരുമാനം, ഭാര്യയുടെ സ്വത്തുക്കൾ എന്നിവ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, ഓക്കെ. വി.എസ്. അനുവാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വി.എസ്. ശിവകുമാറിന് തൽക്കാലം ആശ്വസിക്കാം. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റാണ്.